സാധാരണ പലപ്പോഴും ഒരു 16 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളിൽ പല്ലിന് ഇടവിട്ട്, അതായത് രണ്ട് പല്ലുകൾ തമ്മിലുള്ള അകലം കൂടുതലായിട്ട് കാണാറുണ്ട്. ഇത് നമുക്ക് പലപ്പോഴും പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാത്തവളാണ്. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും അതൊരു വൃത്തികേടായിട്ടാണ് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇത് തരത്തിൽ ചികിത്സിക്കേണ്ടത് ആവശ്യമുണ്ട്. തീർച്ചയായും ചികിത്സ ആവശ്യമുള്ളതാണ്. അത് നമുക്ക് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്ന കേസാണെങ്കിൽ, വളരെ ചെറിയ ഗ്യാപ്പൊക്കെ ആണെങ്കിൽ വേറെ ടീത്തിനൊന്നും ചിലപ്പോൾ പല പല്ലുകളും കുറച്ച് ചരിഞ്ഞൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഓർത്തോഡോണ്ടിക് കമ്പിയിട്ട് ചികിത്സിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെറിയൊരു ഒരു 1 to 2 millimeters ഒക്കെ ഉള്ളെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് ചെയ്യാം. പിന്നെ അങ്ങനെ ചെറിയ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം, ചിലപ്പം 1-2 പല്ല് മിസ്സിങ് ആയിരിക്കും, അവിടെ ടീത്ത് ആബ്സെൻ്റ് ആയിരിക്കും, ഇറപ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും അത്ര സ്പേസ് വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് അത് എക്സ്റേ ഒക്കെ എടുത്തൊന്ന് കൺഫേം ചെയ്തിട്ട് പിന്നെ കമ്പി ഇടുന്നതിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ പലപ്പോഴും കമ്പി ഇടാനായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടർമാർ പല്ല് എടുക്കണം എന്ന് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ പല്ലിന് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ കൂടിയും എടുക്കണം എന്ന് പറയാറുണ്ട്. പലപ്പോഴും പേഷ്യൻസിന് ഭയങ്കര അസൗകര്യമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഈ പല്ല് കമ്പി ഇടാനായിട്ട് പല്ല് എടുക്കേണ്ടത് അനിവാര്യമായിട്ട് തന്നെയുള്ള കാര്യമാണ്. എല്ലാ കേസസിലും അല്ല. ഈ പല്ല് ഒരുപാട് മുന്നോട്ട് തള്ളി നിൽക്കുമ്പോഴത്തേക്കിന് അതാണെങ്കിൽ ഒരു അലൈൻമെൻറ്റിൽ വന്ന് നമ്മുടെ സൈഡ് പ്രൊഫൈലും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1-2 പല്ല് എടുക്കേണ്ടി വരും. എന്നാലേ അതിന് സ്പേസ് കിട്ടി അത് മുന്നിലോട്ട് തള്ളി നിൽക്കുന്ന പല്ലായിരിക്കും എല്ലാവർക്കും ഒരു മെജോറിറ്റി കേസസും അങ്ങനെയാണ് നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പം അത് എടുത്താൽ മാത്രമേ ഒരു അലൈൻമെൻറ്റിൽ, എന്നാലേ അത് കുറച്ച് അകത്തേക്ക് കൊണ്ടുവരാൻ കുറച്ച് സ്പേസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് പല്ലെടുക്കുന്നത്. അത് ഓരോ കേസ് പോലെ ചിലപ്പം 2 പല്ല് എടുത്താൽ മതിയാവും, ചിലപ്പം 4 പല്ല്. തീർച്ചയായിട്ടും മാം. അതുപോലെ തന്നെ ഒരിക്കൽ പല്ല് നമ്മൾ കമ്പിയിട്ട് താഴ്ന്നതിന് ശേഷം അത് മുന്നോട്ട് വരാം. പലപ്പോഴും ചില ആൾക്കാരെങ്കിലും ഒരു 5 വർഷമോ 6 വർഷമോ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പല്ല് മുന്നോട്ട് തള്ളുന്നതായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഒരിക്കൽ പല്ല് കമ്പിയിട്ട് താഴ്ത്തി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരുടെ ചിരി നന്നായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്? നമ്മൾ അത് കഴിഞ്ഞിട്ട് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്ട്സ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി റിറ്റൻഷൻ അപ്ലയൻസസ് കൊടുക്കാറുണ്ട്. അതാണ് ഒറ്റ കമ്പി എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യേണ്ടതാണ്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് അത് ഫുൾ ടൈം ഉപയോഗിക്കുകയാണോ അതോ രാത്രി മാത്രം ഉപയോഗിക്കുകയാണോ? ഒരു 16-18 hours യൂസ് ചെയ്യണം എന്നുള്ളതാണ്. 18 മണിക്കൂറോളം ഉപയോഗിക്കണം. രാത്രി തീർച്ചയായും ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഫിക്സഡ് കമ്പി ഇട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു ഫിക്സഡ് കമ്പി ഇടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം? എത്ര നാളത്തെ ഒരിക്കൽ അത് ടൈറ്റ് ആവുകയാണെങ്കിൽ അത് ലൂസ് ആവുകയാണോ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ റീചെക്ക് ചെയ്യേണ്ടത് ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു 2 weeks ഒരു ചെക്കപ്പ് അത്യാവശ്യമാണ്. ഫിക്സിങ് കഴിഞ്ഞതിന് ശേഷം 2 weeks ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് വന്ന് പിന്നെ ചെയ്യേണ്ടതാണ്. 2 weeks ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മാഡത്തിൻ്റെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിച്ചതിന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കോസ്മെറ്റിക് ഡെന്റിസ്ട്രിയെ കുറിച്ച് വളരെ വിശദമായി തന്നെ പറഞ്ഞു തന്നതിൽ ഇന്നൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ടു ദ പ്രൊഡ്യൂസർ, ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello doctor@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.